പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത കൂടി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. അത് TV പ്രസാദ് പുറത്തുവിട്ടൊരു വാർത്തയായിരുന്നു. റീഗൽ ഫ്ളാറ്റ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫ്ളാറ്റായിരുന്നു. ആ ഫ്ളാറ്റ് പൊളിച്ചു കളയണമെന്ന് കോർപ്പറേഷൻ ഉത്തരവിട്ടിരുന്നു. ആ ഫ്ളാറ്റിലേക്കുള്ള വഴി അത് അനധികൃതമായി വെട്ടിയ വഴിയാണ്, വ്യാജമായ വഴിയാണ്. അതിന്റെ രേഖകളൊക്കെ GCDAയുടെ പക്കൽ പോലും കൃത്യമായ രേഖകളില്ല. എന്നിട്ടും അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ആ വ്യാജ വഴി പൊളിച്ചു കളയാൻ GCDA തയ്യാറാവുന്നില്ല എന്നാണ് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഫ്ളാറ്റിലേക്ക് നിർമ്മിച്ചിരിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൂടി നിർമ്മിച്ചിരിക്കുന്ന അനധികൃതമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ആ വഴി എന്തുകൊണ്ട് GCDA പൊളിച്ചു കളയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. TV പ്രസാദിന്റെ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. ഇങ്ങനെ ഒരു റോഡ് GCDAയുടെ ഭൂമിയിൽ GCDAയ്ക്കില്ല. റവന്യൂ വകുപ്പിന്റെ സ്കെച്ചിലും കാണാനില്ല. പക്ഷേ എന്നിട്ടും റോഡ് പൊളിച്ചു നീക്കാതെ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുകയാണ് GCDA. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ തൊട്ടുമുന്നിലാണ് GCDAയുടെ ഒത്താശയിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ നേതൃത്വത്തിലുള്ള ഈ കയ്യേറ്റം. ഇങ്ങനെ റോഡ് അനധികൃതമായി കയ്യേറി നിർമ്മിച്ചതാണെന്ന് രേഖകളിൽ വ്യക്തമാണ്. ഇത് കാണുക. അനധികൃത റോഡ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനും സ്ഥലമുടമയുമായ അഡ്വക്കേറ്റ് മുജീബ് GCDAയിൽ അപേക്ഷ സമർപ്പിക്കുന്നു. റോഡിൽ അവകാശം തെളിയിക്കുന്ന ആധാരം 10 ദിവസത്തിനകം ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് 2022 ഓഗസ്റ്റ് 26 GCDA റീഗൽ ഫ്ളാറ്റിന് കത്ത് നൽകുന്നു. എന്നാൽ വർഷം 1 കഴിഞ്ഞു. രേഖകൾ ഹാജരാക്കാൻ ഫ്ളാറ്റ് ഉടമകൾക്ക് കഴിഞ്ഞില്ല. അതോടെ റോഡ് അനധികൃതമാണെന്ന് GCDA മനസ്സിലാക്കി നടപടിയെടുക്കേണ്ടതാണ്. റോഡ് പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കാതെ ഫയൽ പൂഴ്ത്തുകയാണ് GCDA ചെയ്തത്. അതേസമയം കെട്ടിടം അനധികൃതമാണെന്നും ഇല്ലാത്ത വഴിയാണെന്നും പറഞ്ഞ് അഡ്വക്കേറ്റ് മുജീബ് കോർപ്പറേഷനിൽ കൊടുത്ത പരാതിയിലാണ് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത്. നിയമലംഘനത്തിൽ പരാതിയായപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ നടപടിയെടുത്തു. എന്നാൽ കോടികൾ വില വരുന്ന GCDAയുടെ ഭൂമി കയ്യേറി റോഡ് നിർമ്മിച്ചതും നോക്കി മിണ്ടാതെ ഇരിക്കുകയാണ് GCDA ചെയ്യുന്നത്. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ പ്രാഥമികമായി നടപടിയെടുക്കുക എന്ന ചുമതല കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പാക്കി കഴിഞ്ഞു. എന്നാൽ ഭൂമി കയ്യേറി ഇതുപോലെ റോഡ് നിർമ്മിച്ചിട്ടും മിണ്ടാതിരിക്കുന്ന GCDAയുടെ നീക്കം ദുരൂഹമാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.